കഴിഞ്ഞ മാസം സ്റ്റംഫോർഡ് ബ്രിഡ്ജിൽ പുതിയൊരു കാറ്റ് വീശിയത് നമ്മൾ കണ്ടതാണ്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത എൻസോ മെരസ്ക എന്ന് പറയുന്ന കോച്ചിനെ മാറ്റി താരതമ്യേന വളരെ എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള ലിയാം റോസെന്യർ എന്ന് പറയുന്ന കോച്ചിനെ ഹയർ ചെയ്ത വാർത്ത നമ്മൾ കണ്ടു. ഇത് വെറും ഒരു കോച്ചിനെ മാറ്റി പുതിയൊരു കോച്ചിനെ ഹയർ ചെയ്യുക എന്നതിലുപരി ചെൽസിയിൽ നടക്കുന്ന പുതിയ മാറ്റങ്ങളുടെ സൂചനയാണ്. അതായത് നമ്മൾ ഒരു 20 വർഷത്തോളം കണ്ടു ശീലിച്ച റോമൻ അബ്രമോവിച്ചിന്റെ കീഴിലുള്ള ഒരു വിന്നിംഗ് മിഷൻ എന്ന് പറയുന്ന ഒരു ചെൽസി മാറി ഇപ്പോൾ ബ്ലൂക്കോയുടെ കീഴിലെ ഒരു ചെൽസി അസറ്റ് മാനേജ്മെന്റ് ക്ലബ്ബായി മാറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് ബ്ലൂക്കോ ചെൽസിയിലെ പ്ലേയേഴ്സിനെ വെറും അസറ്റായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഷെയറുകളെ പോലെ കാണുന്നത്? അതുപോലെ എൻസോ ഫെർണാണ്ടസ്, കോൾ പാമർ, റീസ് ജെയിംസ് പോലത്തെ ഏറ്റവും മികവുറ്റ താരങ്ങൾ എന്തുകൊണ്ട് ചെൽസി വിടുന്നു എന്നുള്ള വാർത്ത ഈ അടുത്തായിട്ട് പുറത്തു വരുന്നു. അതുപോലെ 3 വർഷമായി കൊണ്ട് ഉള്ള ഈ ചെൽസി പ്രൊജക്ട് എന്തുകൊണ്ട് ഇപ്പോഴും ഒരു സക്സസ് ആവുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ എം അശ്വത് ദേവൻ. ലെറ്റ്സ് അനലൈസ് ഫുട്ബോൾ. വെൽക്കം ടു ദേവൻ അനലൈസ്. എന്താണ് ചെൽസിയിൽ സംഭവിക്കുന്നത് എന്നറിയണമെങ്കിൽ ആരാണ് ഇപ്പോൾ ഉള്ള ചെൽസിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പോൾ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ മറ്റോ ഇതിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടോഡ് ബോലി എന്നുള്ളൊരു പേര് നിങ്ങൾ കേട്ടിരിക്കാം. പക്ഷെ ടോഡ് ബോലി എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ഓണറാണ്. പുള്ളിയെ ഈ ഒരു ചെൽസി പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ബ്ലൂക്കോ പ്രൊജക്ടിന്റെ ഒരു ഫേസ് ആയി വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരു മൈനോറിറ്റി ഓണർ ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് മാർക്ക് വാൾട്ടറും അതുപോലെ ഹാൻസ്-യോർക്ക് വിസ് എന്നുള്ളവരും വളരെ മൈനോറിറ്റി ഓണേഴ്സ് ആണ്. പക്ഷേ ഇതിന്റെ മെജോറിറ്റി ഓണർഷിപ്പ് കിടക്കുന്നത് ക്ലിയർ ലേക്ക് ക്യാപിറ്റലിന്റെ കയ്യിലാണ്. ആരാണ് ക്ലിയർ ലേക്ക് ക്യാപിറ്റൽ? അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ജോസെ ഫെലിസിയാനോയും ബെഗ്ഡാഡ് ഇക്ബാലിയുമാണ്. അപ്പോൾ ഇതിൽ ബെഗ്ഡാഡ് ഇക്ബാലിയെ റീസെന്റ് ആയിട്ടുള്ള ചെൽസി മാച്ചിലൊക്കെ നമുക്ക് ഓണർഷിപ്പ് ബോക്സിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഉടമസ്ഥയിലുള്ള ക്ലിയർ ലേക്ക് ക്യാപിറ്റൽ ആണ് ചെൽസിയുടെ ഭൂരിഭാഗം ഷെയർസും ഓൺ ചെയ്യുന്നത്. ഇവരെന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അവർ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പല സ്ഥലത്തു നിന്ന് എടുത്ത് അതിനെ മാനേജ് ചെയ്യുന്ന ഒരു വലിയൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അപ്പൊ ഇവരുടെ സാധാരണമായിട്ടുള്ള ആ ബിസിനസ് മോഡൽ തന്നെയാണ് ചെൽസി ഫുട്ബോൾ ക്ലബിലും ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ്സ് വളരെ കുറഞ്ഞ വാല്യൂവിൽ അസറ്റ്സ് മേടിച്ച് അതിനെ വലിയ വാല്യൂവിൽ വിൽക്കുക എന്നുള്ള പോലെ തന്നെ ചെറിയ വാല്യൂവിൽ വളരെ യങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ 8ഉം 9ഉം കൊല്ലത്തെ കോൺട്രാക്റ്റിൽ വാങ്ങി അവരെ ഈ പറഞ്ഞ എക്സ്പോഷറും എക്സ്പീരിയൻസും ഒക്കെ കൊടുത്ത് വലിയ ഒരു പൈസയ്ക്ക് മറിച്ച് വിൽക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി. അതായത് ചെറിയ ക്ലബ്ബുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്രെൻഫോർഡോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസോ ബ്രൈറ്റണോ സ്പോർട്ടിംഗ് CPO അല്ലെങ്കിൽ ബെനഫിക്ക, ബൊറൂസിയ ഡോർട്ട്മുണ്ട് പോലത്തെ ക്ലബ്ബുകൾ അവരൊക്കെ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷേ ചെൽസി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു മിഡ് ടേബിൾ ക്ലബ് അല്ല. അപ്പൊ അവര് ഈ ചെൽസിയിൽ വന്ന് ഇതുപോലത്തെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ അവിടെയാണ് ചെൽസി ഫാൻസിന് ഉണ്ടാവുന്ന ഒരു അമർഷം. കാരണം നമുക്കറിയാം ചെൽസി ഫാൻസ് 20 വർഷത്തോളം റോമൻ അബ്രമോവിച്ചിന്റെ കീഴിലുണ്ടായിരുന്ന ചെൽസി കണ്ട് ശീലിച്ച് വളർന്നവരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് വിന്നിങ് ആണ്, വിജയിക്കുക. ഏതൊക്കെ ടൈറ്റിലിന് നമുക്ക് കളിക്കുന്നുണ്ടോ ആ ടൈറ്റിലെല്ലാം വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരേ ഒരു മന്ത്രം. പക്ഷെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വിജയം അല്ലെങ്കിൽ ടൈറ്റിൽ വിന്നിങ് എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഫാൻസിന് വല്ലാത്തൊരു അമർഷം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതിന്റെ ഒരു ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മൾ ഈ സീസൺ തുടക്കത്തിൽ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷമായി ബ്ലൂക്കോയുടെ ഉടമസ്ഥയിലാണ് ചെൽസി. ഓരോ സീസണിലും നമ്മൾ കേൾക്കുന്ന ഒരേ ഒരു വാക്കെന്ന് പറയുന്നത് ട്രാൻസിഷൻ എന്നുള്ളതാണ്. അങ്ങനെ ട്രാൻസിഷൻ എത്രത്തോളം ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 3 സീസണിന്റെ ഇടയിൽ ഒരു 2 ബില്യൺ പൗണ്ടിലേറെ ചെലവാക്കിയ ചെൽസിയിൽ പക്ഷേ അത്ര ലോകോത്തരമായ താരങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും ആ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരമില്ല. 1-2 പ്ലേയേഴ്സ് ക്വാളിറ്റി പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളതല്ലാതെ നിലവിൽ വളരെ സോളിഡ് ആണ് എന്ന് പറയാവുന്ന പ്ലേയേഴ്സ് എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈയിന്റെ വിരലിൽ എണ്ണി തീർക്കാവുന്ന അത്രേ ഉള്ളൂ. അത് തന്നെ 2-3 പേര് മാത്രമേ ഇതുപോലത്തെ ഒരു മാഞ്ചസ്റ്റർ സിറ്റിയോ അല്ലെങ്കിൽ ബാഴ്സലോണ, റയൽ മാഡ്രിഡ് പോലത്തെ ക്ലബിലേക്ക് ഇപ്പൊ തന്നെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ലെവലിൽ കളിക്കാൻ പറ്റുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു 3-4 പേര് മാക്സിമം അങ്ങേയറ്റം എണ്ണിയാൽ കിട്ടുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ടാണ്. ഒരു സോളിഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ആ ഒരു സിറ്റുവേഷനിൽ വാങ്ങുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം ക്ലബ്ബ് വേൾഡ് കപ്പ് നേടിയതാണ്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷത്തെ ട്രാൻസിഷൻ തീർന്നതാണ് ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ. കഴിഞ്ഞ ഒരു ഓഫ് സീസൺ ബ്രേക്കിൽ ഉണ്ടായിരുന്ന പുതിയ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ചെൽസി PSG 3-0 തോൽപ്പിച്ച് കപ്പടിച്ചത്.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഓക്കെ ചെൽസിയുടെ ആ ഒരു പ്രശ്നം തീർന്നു, ഇനി പുതിയൊരു ചെൽസി അല്ലെങ്കിൽ ആ പഴയ ഒരു ചെൽസിയിലേക്ക് നമ്മൾ തിരിച്ചു പോകും, കപ്പുകളെല്ലാം അടിക്കുക, പ്രീമിയർ ലീഗിന് കോമ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ കോമ്പീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും എന്നുള്ള രീതിയിലൊക്കെ ഫാൻസിന് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ആശ്വാസം നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള സൈനിങ്ങും കാര്യങ്ങളും അതിനുശേഷം ഈ ഒരു സീസണിലൂടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും ഇത് ഈ പറഞ്ഞ ട്രാൻസിഷനിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത്. കഴിഞ്ഞ സീസൺ എൻഡ് ചെയ്തപ്പോൾ, അതായത് എൻസോ മാരസ്കയുടെ കീഴിൽ കോൺഫറൻസ് ലീഗ് കപ്പടിച്ചു. കോൺഫറൻസ് ലീഗ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമൊന്നും ഇല്ലാത്തൊരു കപ്പ്, അത് എന്ന് പറയുന്നത് ചെൽസിയെ പോലത്തെ ഒരു ക്ലബ്ബ് ആ ഒരു ടൂർണമെന്റിൽ കളിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പോൾ പക്ഷേ അതിന്റെ മുന്നത്തെ സീസണിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് അങ്ങനത്തെ ടൂർണമെന്റിൽ കളിക്കേണ്ടി വന്നത്. പക്ഷേ കളിച്ചു, കപ്പടിച്ചു, അത് ആസ് എക്സ്പെക്റ്റഡ്. പക്ഷേ അതിനുശേഷം ടോപ്പ് 4 ഫിനിഷ് ചെയ്തു, ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചു വന്നു, ക്ലബ്ബ് വേൾഡ് കപ്പ് ആദ്യമായിട്ട് പുതിയൊരു ഫോർമാറ്റിൽ വന്ന ക്ലബ്ബ് വേൾഡ് കപ്പ് എല്ലാവരെയും കുറച്ചൊന്ന് അമ്പരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെൽസി വിജയിച്ചത്. അപ്പോൾ അത്രയും നിന്ന ഒരു സിറ്റുവേഷനിൽ ചെൽസിയുടെ സ്ക്വാഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഹോൾസ് നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് പോരായ്മകൾ പല പല പൊസിഷനിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ക്ലബ്ബ് ഓക്കെ ഇന്ന ഇതിൽ കഷ്ടപ്പെട്ട് ഓക്കെ ഇത്രയും ട്രാൻസിഷൻ ചെയ്ത് ഈ ഒരു ലെവലിലെത്തി കപ്പും അടിച്ചു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ പഴയ ഒരു ചെൽസി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ബിൽഡ് ചെയ്ത് കുറച്ചുകൂടി സോളിഡായി കുറച്ചുകൂടി സ്ട്രോങ് ആവാനാണ് ശ്രമിക്കുക. പക്ഷെ നേരെ മറിച്ച് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റോബർട്ട് സാഞ്ചസ് വളരെയധികം ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയ ഒരു ഗോൾ കീപ്പറാണ്. പ്രത്യേകിച്ച് ഇൻ പൊസിഷൻ, പാസിംഗ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം മിസ്റ്റേക്സ് വരുത്തി ഡയറക്റ്റ് ഗോൾ കൺസിഡർ ചെയ്ത ഒരു ഗോൾ കീപ്പറാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഈ ഗോൾ കീപ്പറിനെ മാറ്റി പുതിയൊരു ഗോൾ കീപ്പറിനെ ഒരു സെക്കൻഡ് ഗോൾ കീപ്പർ ചോയ്സിലേക്ക് മാറ്റി ഒരു നല്ല സോളിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ AC മിലാന്റെ മൈക്ക് മിയാഗ്നൻ അവിടെ അവൈലബിൾ ആയിരുന്നു. അതും വെറും 20 മില്യൺ യൂറോ കൊടുത്തു കഴിഞ്ഞാൽ മിയാഗ്നനെ കിട്ടുമായിരുന്നു. പക്ഷേ ചെൽസി ആ 20 മില്യൺ എന്ന് പറയുന്നത് 26-27 വയസ്സുള്ള ഒരു ഗോൾ കീപ്പറിന് കൊടുക്കുന്നത് അത്ര ഒരു എന്താ പറയുക ഒരു ബെറ്റർ സിറ്റുവേഷൻ അല്ല. കാരണം അതൊരു ഡിപ്രിസിയേഷൻ അസറ്റ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചത്. അതെന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റിന്റെ ആ ഒരു സ്റ്റൈൽ. അപ്പോൾ പ്ലെയറിന് ഇനി പ്രായം കൂടും, അപ്പോൾ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺക്ലൂഷൻ. വെറും 20 മില്യൺ കിട്ടാവുന്ന ഒരു ലോകോത്തര കീപ്പറായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ നാഷണൽ ടീമിലെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറാണ്. പക്ഷേ ചെൽസി പോയില്ല. അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിയുടെ ഡിഫൻസ് അതായിരുന്നു അടുത്ത പ്രശ്നം. ചെൽസിയുടെ ഡിഫൻസ് എസ്പെഷ്യലി 2 വിങ് ബാക്കുകളും അല്ലെങ്കിൽ 2 ഫുൾ ബാക്ക് പൊസിഷൻ സ്ട്രോങ് ആണ്. മാർക്ക് കുക്കുറേ ഉണ്ട് ഒരു സൈഡിൽ, റീസ് ജെയിംസ് ഉണ്ട് ഒരു സൈഡിൽ. റീസ് ജെയിംസിന് കവറായിട്ട് അച്ചംപോങ് പോലത്തെ യങ് പ്ലേയേഴ്സും അല്ലെങ്കിൽ മാലോഗോസ്തോ പോലത്തെ സെക്കൻഡ് ചോയ്സ് റൈറ്റ് ബാക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ജൊറൽ ഹാറ്റോയെ പോലത്തെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തു കുക്കുറയുടെ ബാക്കപ്പ് ആയിട്ട്. വിങ് ബാക്ക് ഓക്കെയാണ്. പക്ഷേ സെൻട്രൽ ബാക്ക് എന്ന് പറയുന്ന പൊസിഷൻ നോക്കുകയാണെങ്കിൽ ലിവൈ കോൾവിൽ ഓക്കെയാണ്. കോൾവിൽ ഒരു നല്ല രീതിയിൽ തന്നെ ഫോമിലേക്ക് വന്ന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ചലോബ ആണെങ്കിലും അല്ലെങ്കിൽ ഫൊഫാനെ ആണെങ്കിലും അല്ലെങ്കിൽ ബഡിയ ഷൈലാണെങ്കിലും ഇവരൊന്നും ഒരു ചെൽസി എന്ന് പറയുന്ന ആ ഒരു ടീമിന് അല്ലെങ്കിൽ ആ ഒരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടണം അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് കപ്പടിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു ടീമിന് ചേർന്ന ഒരു സ്റ്റാർട്ടിംഗ് സെന്റർ ബാക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ എൻസോ മാരസ്ക സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചോദിച്ചത് ഒരു സെന്റർ ബാക്കിനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35-36 വയസ്സുള്ള സെന്റർ ബാക്ക് എന്നല്ല. പക്ഷെ നേരെ മറിച്ച് ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലോ സ്പാനിഷ് ലീഗിലോ ജർമ്മൻ ലീഗിലോ ഒക്കെ ഒരു 2 to 3 സീസൺ സോളിഡ് ആയിട്ട് കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ. അങ്ങനത്തെ പ്ലേയേഴ്സ് അവൈലബിൾ ആയിരുന്നു. പ്രത്യേകിച്ച് ഇറ്റലിയിലും അത് ബസ്റ്റോണി പോലത്തെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ പോർച്ചുഗലിൽ ഉണ്ടായിരുന്ന ആൻഡ്രേ സിൽവ പോലത്തെ പ്ലേയേഴ്സ്, അങ്ങനത്തെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ടർ ബാക്കിനെ പോലെ ബൊറൂസിയയിലുള്ള പ്ലേയേഴ്സ് ഇവരൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല ലിവൈ കോൾവിന് പരിക്ക് പറ്റിയതിനു ശേഷം ചെൽസിയുടെ ഡിഫൻസ് വീണ്ടും ശോകമാവുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. പക്ഷേ അപ്പോഴും ലിവൈ കോൾവിന്റെ പരിക്ക് പറ്റുന്നത് സീസണിലെ സ്റ്റാർട്ടിംഗ് ആണ്, ട്രാൻസ്ഫർ വിൻഡോ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്താണ്. എന്നിട്ടും ഒരു സെന്റർ ബാക്കിനെ സൈൻ ചെയ്യാൻ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്കിനെ സൈൻ ചെയ്യാൻ ചെൽസി മാനേജ്മെന്റ് അല്ലെങ്കിൽ ബ്ലൂക്കോ പെർമിഷൻ കൊടുത്തില്ല. സെൻട്രൽ മിഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ മിഡ് ഓക്കെയാണ്. എൻസോ ഫെർണാണ്ടസും മോയിസസ് കസിയഡയും അതുപോലെ ആൻഡ്ര സാന്റോസും പോലുള്ള പ്ലേയേഴ്സ് കളിക്കുന്ന സെൻട്രൽ മിഡ് എന്ന് പറയുന്നത് ഓക്കെയാണ്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ട് എന്ന് പറയുന്നില്ല. പക്ഷേ വിങ്, അവിടെയാണ് പ്രശ്നമുള്ളത്. വിങ് എന്ന് പറയുന്നത് ഇപ്പോൾ അതുവരെ ആ കഴിഞ്ഞ സീസൺ ക്ലബ്ബ് വേൾഡ് കപ്പ് തീരുന്ന വരെയുള്ള ഒരു സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വിങ്ങേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ജേഡൻ സാൻചോ, ലോണിൽ വന്ന പ്ലെയറാണ്. പ്രത്യേകിച്ച് ഭയങ്കരമായ കാര്യങ്ങളൊന്നും ചെയ്തില്ല.
പക്ഷേ ജേഡൺ സാൻചോന് 25 മില്യൺ ആണ് നമ്മൾ വാങ്ങണം എന്നുണ്ടായിരുന്ന ഒരു കരാർ ഉണ്ടായിരുന്നത്, വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5 മില്യൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൊടുക്കണം. പക്ഷേ ചെൽസി 5 മില്യൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൊടുത്തിട്ട് അതേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് വെറും 30 മില്യൺ അതിനേക്കാൾ കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ അലക്സാൻഡ്രോ ഗർനാച്ചോ പോലത്തെ ഒരു പ്ലെയറിനെയും കൊണ്ടുവന്നേക്കുന്നു. അത് എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 മില്യൺ ജേഡൺ സാൻചോക്ക് കൊടുത്താൽ മതി. പക്ഷേ ജേഡൺ സാൻചോ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആണ്, കുറച്ചും കൂടി ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ ഒക്കെ കൂടെ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച പ്ലെയർ ആണ്. ഒബ്വിയസ്ലി അത്ര നല്ല ഫോമിലല്ല, പക്ഷേ എഗെയിൻ ക്വാളിറ്റി വൈസ് ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും 1v1 അതുപോലെ സ്പീഡ്, പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കാര്യങ്ങളിലും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്നീ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഗർനാച്ചോനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ജേഡൺ സാൻചോ. അപ്പോൾ ഒന്നും കൂടിയും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസും അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവുമ്പോൾ ഒബ്വിയസ്ലി ഫോം മെച്ചപ്പെട്ട് വീണ്ടും ആ പഴയ ഒരു ബൊറൂസിയ ഡോർട്ട്മുണ്ടിലെ ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ അതിനെതിരെ ആ ഒരു പ്ലെയറിനെ 5 മില്യൺ വെറും 20 മില്യൺ 25 മില്യൺ കൊടുത്തിട്ട് വാങ്ങുന്നതിന് പകരം 5 മില്യൺ അങ്ങോട്ട് കോമ്പൻസേഷനും കൊടുത്തിട്ട് 30 മില്യൺ വീണ്ടും കൊടുത്ത് ഒരു ഗർനാച്ചോ പോലത്തെ കുറച്ചും കൂടി ലോവർ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിനെ വാങ്ങിക്കൊണ്ടത്. അതിന്റെ കാരണം ഇതാണ്, ഗർനാച്ചോ ആവുമ്പോൾ കുറച്ചും കൂടി യങ് ആണ്, അപ്പോൾ വീണ്ടും അസറ്റ് വാല്യൂ കൂടും എന്നുള്ളൊരു കാൽക്കുലേഷൻ. അപ്പോൾ ഇതാണ് ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ അന്ന് ലെഫ്റ്റ് വിങ്ങിൽ ചെൽസിയുടെ അക്കാഡമി ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടായിരുന്ന ടെറിക് ജോർജ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്, ഇപ്പോഴും ചെൽസിയിലുണ്ട്. ഈ പ്ലെയർ 19 വയസ്സുള്ള പ്ലെയറാണ്. ഇതേ പൊസിഷനിലേക്ക് ഇതേ പ്രായമുള്ള ഇതേ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിനെ 55 മില്യൺ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അതായത് ജെയ്മി ഗിറ്റിൻസ് ചെൽസിയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു സീസൺ പകുതിയോളം കഴിഞ്ഞു. എന്താണ് കാര്യമായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്ലെയർ ടെറിക് ജോർജ് ആണ്. ടെറിക് ജോർജ് ആകുമ്പോൾ ചെൽസിയെ അറിയുന്ന പ്ലെയർ ആണ്, ചെൽസിയിൽ കളിച്ച് കോബാം ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്ലെയർ, അതേ ക്വാളിറ്റിയിലുള്ള പ്ലെയർ ഉണ്ടാകുമ്പോൾ വീണ്ടും 55 മില്യണോ കൊടുത്തിട്ട് എഗെയിൻ ഇപ്പുറത്തുള്ള ആള് ടെറിക് ജോർജിന് വിൽക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ്. കാരണം ടെറിക് ജോർജിന് ഇപ്പോൾ പ്യുവർ പ്രോഫിറ്റ് ആണ്. കാരണം അക്കാഡമി ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് പുള്ളിക്ക് എന്ത് ട്രാൻസ്ഫറിൽ എന്ത് പൈസ കിട്ടിയാലും അത് ഫുള്ളി പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ കാണും, പേപ്പറിൽ കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സെല് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജി. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് റൈറ്റ് സൈഡിൽ. പെഡ്രോ നെറ്റോ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ പെഡ്രോ നെറ്റോക്ക് സപ്പോർട്ടായിട്ട് എസ്തോ വില്യൻ വന്നതുകൊണ്ട് ഒരു സൈഡ് ഓക്കെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സൈഡിൽ എസ്തോ വില്യന്റെ സൈനിങ് ഓക്കെയാണ്. ലെഫ്റ്റ് സൈഡിലുള്ള പ്രശ്നം ഇപ്പോഴും ചെൽസി നേരിടുന്നുണ്ട്. അറ്റാക്കിങ്ങിലും മറ്റു കാര്യങ്ങളിലും 1v1 ബീറ്റ് ചെയ്യാൻ കഴിയാത്ത വിങ്ങേഴ്സും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ചാൻസ് ക്രിയേഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രോപ്പർ ഡെലിവറി കൊടുക്കാനോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാരോ ഒന്നും ഇല്ലാത്തൊരു ലെഫ്റ്റ് വിങ് കുറച്ച് വീക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പോഴും ചെൽസിയിലുണ്ട്. അതേ സമയത്ത് തന്നെ റാഫേൽ ലിയാവോനെ പോലത്തെ പ്ലേയേഴ്സ് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി എന്താ പറയുക പ്രൂവൺ ആയിട്ടുള്ള, AC മിലാൻ പോലത്തെ ക്ലബ്ബുകളിൽ ചാമ്പ്യൻസ് ലീഗും മൾട്ടിപ്പിൾ സീസൺസ് ചാമ്പ്യൻസ് ലീഗും ഒക്കെ അതുപോലെ തന്നെ യൂറോ കപ്പും കാര്യങ്ങളും പോർച്ചുഗലിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള കുറച്ചുകൂടി സീസൺഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എന്നാൽ വളരെ യങ് ആയിട്ടുള്ള റാഫേൽ ലിയാവോ പോലത്തെ പ്ലേയേഴ്സിന് അവൈലബിൾ ആയിരുന്നു. പക്ഷേ പോയില്ല, കാരണം പൈസ കൂടുതൽ കൊടുക്കണം. അപ്പോൾ ആ ഒരു അത്രയും പൈസ കൊടുത്ത ആ പ്ലെയറിനെ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സമയം വിൽക്കാനുള്ള സമയമാകുമ്പോഴേക്ക് ഈ പറഞ്ഞ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം. അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷൻ, ഇപ്പോൾ വിക്ടർ ഓസിമനെ പോലത്തെ സ്ട്രൈക്കേഴ്സ് അവൈലബിൾ ആയിരുന്നു, ഗ്യോക്രസിനെ പോലത്തെ സ്ട്രൈക്കേഴ്സ്, ഗോൾ അടിച്ച എക്സ്പീരിയൻസിലുള്ള സ്ട്രൈക്കേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ അതിന് പകരം പോയത് ഇപ്പോൾ ഡിലാപ്പിനെ പോലെ, അതായത് ഒരു സീസൺ മാത്രം റെലഗേറ്റ് ആയ ഇപ്സ്വിച്ച് ടൗണിൽ കളിച്ച ഒരു ഡിലാപ്പിനെ പോലത്തെ ഒരു പ്ലെയർ, അല്ലെങ്കിൽ ജാവോ പെട്രോ ഇപ്പോഴും ഏത് പൊസിഷനിലാണ് കളിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ചെൽസിയിലെ കോച്ചസിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഒരു ഐഡിയ ഇല്ലാത്ത പോലെയാണ്. ആളൊരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണോ, അതോ സെക്കൻഡ് സ്ട്രൈക്കർ ആണോ, സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ ആണോ, മെയിൻ സ്ട്രൈക്കർ ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഡിലാപ്പ് ഇല്ലാത്തതുകൊണ്ട് മെയിൻ സ്ട്രൈക്കറായി കളിക്കുന്നു, ഡിലാപ്പ് ഉള്ളപ്പോൾ ചിലപ്പോൾ കോൾ പാമർ ഇല്ലാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ മിഡ്ഫീൽഡിൽ കളിക്കുന്നു, അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡിൽ കളിക്കുന്നു, സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു. പക്ഷേ എവിടെ കളിച്ചിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇമ്പാക്ട്, ആ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ പെട്ടെന്ന് വന്ന സമയത്ത് 2 ഗോൾ അടിച്ചതല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇപ്പോഴും ജാവോ പെഡ്രോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെൽസിയിലെ സ്ക്വാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് തിരിച്ചെത്തിയ ആ ഒരു സ്ക്വാഡിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ കയ്യിലുണ്ടായിട്ടും വെറും ഈ പറഞ്ഞ അസറ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്ലെയറിനെ ഇപ്പോഴുള്ള മൂല്യവും നാളെ എത്താവുന്ന മൂല്യവും ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് എത്ര പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ഇവർ പ്ലേയേഴ്സിനെ വാങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ചെൽസിക്ക് ഇപ്പോൾ ഈ നേരിടുന്ന ഇൻകൺസിസ്റ്റൻസി എന്നുള്ള പ്രശ്നം. കാരണം ഒരു കളി ഓക്കെ ബാഴ്സലോണയെ 3-0 തോൽപ്പിച്ചു, അടുത്ത കളി ഫുള്ളാമിനായിട്ട് തോക്കുന്നു, ഒരു കളി ആർസണലിനായിട്ട് ടൈറ്റ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നു, അതിൻ്റെ അടുത്ത കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോക്കുന്നു. അപ്പോൾ ഒരു ഇൻകൺസിസ്റ്റൻസി ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ 3 സീസണായിട്ട് കണ്ടത് അതേ പ്രശ്നം തന്നെ ഇപ്പോഴും ചെൽസിക്ക് ഇപ്പോഴും ഉണ്ട്.
അത് ഇതുവരെ മാറിയിട്ടില്ല. ഇതുപോലെ തന്നെ അടുത്ത ഒരു മാനേജ്മെന്റിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ടാക്ടിക്കൽ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഓൺ ദ പിച്ച് ഡിസിഷൻസിൽ കോച്ചസിന്റെ ഓവർ റൂൾ ചെയ്ത് അവരുടെ ഡിസിഷൻസ് ഇവിടെ നടപ്പിലാക്കാനുള്ള ശ്രമം എന്ന് കഴിഞ്ഞാൽ പൊതുവേ ഒരു ക്ലബിലും അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന പ്ലേയേഴ്സിനെ കളിപ്പിക്കണം, എന്നാലേ ഇവരുടെ വാല്യൂ കൂടും, അപ്പോഴേ ഇവരെ വിൽക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ചിന്താഗതി. അതുപോലെ തന്നെ മെഡിക്കൽ ടീം ഇന്ന പ്ലേയേഴ്സിനെ ഇപ്പൊ കളിപ്പിക്കരുത്, ഇന്ന ഇത്ര മിനിറ്റിൽ ഈ പ്ലേയേഴ്സിനെ ഇറക്കാൻ പാടില്ല. അപ്പൊ കോച്ച് എന്ന് പറയുന്ന ആൾക്ക് അത്ര വലിയൊരു പവർ ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ സംസാരിച്ചപ്പോഴാണ് മൊറീസിയോ പൊച്ചറ്റിനോനെ സാക്ക് ചെയ്തത്. ഇതേ കാര്യം വീണ്ടും സംസാരിച്ചപ്പോഴാണ് എൻസോ മരസ്കയെ സാക്ക് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് കേട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു പപ്പറ്റ് ആയിട്ടുള്ള ഒരു കോച്ച്, അതാണ് അവർക്ക് വേണ്ടത്. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ് ഇലിയാം റൊസീനിയർ. കാരണം പ്രത്യേകിച്ച് എവിടെയും ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇതിന് മുന്നേ കോച്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിവിഷനിൽ ഹൾ സിറ്റി, അതുപോലെ തന്നെ സ്ട്രാസ്ബോർഗ്, ഇപ്പോൾ ചെൽസിയുടെ സിസ്റ്റർ ക്ലബായിട്ടുള്ള ഹൾ സിറ്റിയിൽ നിന്നാണ് സ്ട്രാസ്ബോർഗിലേക്ക് പോയത്. അതിൻ്റെ മുന്നേ ഡർബി കൗണ്ടിയിലായിരുന്നു വെയിൻ റൂണിയുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട്. അവിടുന്ന് പിന്നെ അതിൻ്റെ ഇന്ററിം കോച്ചായി പോയി. അവിടുന്ന് വീണ്ടും ഹൾ സിറ്റിയിലേക്ക് പോയി. ഹൾ സിറ്റിയിൽ നിന്ന് വരെ സാക്കായിട്ടാണ് സ്ട്രാസ്ബോർഗിലേക്ക് എത്തിയത്. സ്ട്രാസ്ബോർഗിൽ നിന്ന് നേരെ ചെൽസിയിലേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു ടൈറ്റിൽ വിന്നിങ് പ്രൂവൺ ആയിട്ടുള്ളൊരു കോച്ചല്ല, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റാറ്ററുള്ള ഒരു ക്ലബിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കോച്ചാണ്. പക്ഷേ മാനേജ്മെന്റ് പറയുന്നത് കേൾക്കും. കാരണം അദ്ദേഹം ഇപ്പോൾ കോച്ചിനെ സംബന്ധിച്ചോളം സ്ട്രാസ്ബോർഗിൽ നിന്ന് ചെൽസിയിലേക്ക് വരിക, അല്ലെങ്കിൽ ഇതിനു മുന്നേ അദ്ദേഹം കോച്ച് ചെയ്തിരുന്ന ക്ലബ്ബായുള്ള ഹൾ സിറ്റി, ഡർബി കൗണ്ടി എന്നൊക്കെ പറയുന്നതോളം ചെൽസി എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പ് അത് വളരെ വലുതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ ഓക്കെ നല്ലതാണ്, ചെൽസിയുടെ കോച്ചാണ്, ഇനി നാളെ വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെൽസിനെ കോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നത്. കാരണം ഇത് ഓക്കെ കോച്ചിങ് ടാക്ടിക്കലി മേ ബി ആള് പ്രൂവൺ ആയിരിക്കും, നല്ല പുതിയ മോഡേൺ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ അതിനുമായിട്ട് മാനേജ് ചെയ്യാനും അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു ടാക്ടിക്കൽ നോളേജ് ഉള്ള കോച്ചാണ് ഇലിയാം റൊസീനിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ കളി കുറച്ചുകൂടി വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കുറേ എലമെന്റ്സ് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ലെങ്കിൽ പിന്നെ ഈ ടാക്ടിക്കൽ നോളേജിനൊന്നും വലിയ വാല്യൂ ഇല്ലാണ്ടായി പോകും. ഇപ്പോൾ ടാക്ടിക്കൽ നോളേജ് കയ്യിലുണ്ട്, ഓക്കെ, അങ്ങനെ ആ ടാക്ടിക്സിനനുസരിച്ചിട്ട് ഓരോ പ്ലേയേഴ്സിനെ അസൈൻ ചെയ്ത് ആ റോൾസ് അസൈൻ ചെയ്ത് അവരെ കറക്റ്റ് സിസ്റ്റത്തിൽ കളിപ്പിക്കാൻ മൊത്തത്തിൽ ആ കൺട്രോൾ കയ്യിലുണ്ടെങ്കിലേ നടക്കൂ. പക്ഷേ അങ്ങനെ ഒരു കൺട്രോൾ കയ്യിലില്ലാതെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ക്ലബ്ബ് വന്നിട്ട് പറയാണ് ഓക്കെ ഈ പ്ലെയറിനെ പറ്റില്ല, അതിന് പകരം ഈ പ്ലെയറിനെ വെക്കണം, ഈ പ്ലെയറിനെ ഇപ്പൊ കളിപ്പിക്കരുത്, ഈ പ്ലെയറിനെ ഇത്രാമത്തെ മിനിറ്റ് കഴിഞ്ഞാൽ കളിപ്പിക്കാൻ പാടുള്ളൂ, ഈ പ്ലെയറിനെ മറ്റു പ്ലെയറുമായിട്ട് റൊട്ടേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ടാക്ടിക്സ് വർക്കാണ്? ഇടയിൽ വല്ലതും നടന്നാലായി. അപ്പോൾ ഇതാണ് ക്ലബിന് വേണ്ടത്, ഒരു പപ്പറ്റായിട്ടുള്ള ഒരു കോച്ച്, പപ്പറ്റായിട്ടുള്ള സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ്, പപ്പറ്റായിട്ടുള്ള മെഡിക്കൽ ടീം, ഇത്രേ വേണ്ടൂ. അതായത് മൊത്തം ഡിസിഷൻ എടുക്കുന്നത് ഈ പറഞ്ഞ ക്ലിയർ ലൈക്ക് ക്യാപിറ്റലും ബ്ലൂക്കോയും മാത്രമാണ് എല്ലാ കാര്യത്തിലും, ഓൺ ദ പിച്ച്, ഓഫ് ദ പിച്ച്. ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് ഇനി ചെൽസി നേരിടാൻ പോകുന്ന അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ചെൽസിയിൽ ഇപ്പോൾ എണ്ണിയാൽ എടുക്കാവുന്നതിൽ ഏറ്റവും മികച്ച പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒരു കൈയിന്റെ പേരിൽ എണ്ണി തീർക്കാവുന്ന ഒരു 3-4 പ്ലേയേഴ്സ്, അവർ കൂടി ടീം വിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റൂമേഴ്സ് ആണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏജൻസി മാറ്റി പുതിയ ഏജൻസിയുമായിട്ട് ഡീല് സൈൻ ചെയ്തു. അതുപോലെ കോൾ പാമറിനെ ചുറ്റിപ്പറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കൊക്കെ പോകും, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി, പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് മാറി എൻസോ മെറസ്ക അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൾ പാമർ തിരിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന റൂമേഴ്സ്. അതുപോലെ തന്നെ റീസ് ജെയിംസിനെ ചുറ്റിപ്പറ്റിയും ഒക്കെ ഇങ്ങനത്തെ റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള റൂമേഴ്സിൽ കാര്യമായ സത്യമില്ലെങ്കിലും നാളെ ഈ ഒരു കാര്യങ്ങൾ നടപ്പിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ കോൾ പാമർ ഈ ഒരു ജനറേഷനിൽ തന്നെ ഏറ്റവും മികച്ച പ്ലേയേഴ്സ് ആയിട്ട് കണക്കാക്കുന്നതാണ്. റീസ് ജെയിംസ് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ഇഫ് നോട്ട് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്ക് ആണ്. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ്, മോയിസസ് കസേഡോ എന്നൊക്കെ പറയുന്നത് ആ പൊസിഷനിൽ ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സിൽ ആ ഒരു ജനറേഷനിൽ ഏറ്റവും മികച്ച പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ പ്ലേയേഴ്സ് ഇവരിപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് വിൻ ചെയ്തു, ഫിഫ വേൾഡ് കപ്പ് എൻസോ ഫെർണാണ്ടസ് അടിച്ചിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് റീസ് ജെയിംസ് ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ച പ്ലെയറാണ്. ഇങ്ങനെയുള്ള പ്ലേയേഴ്സിന് അവരുടെ ഒരു കരിയർ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാക്സിമം ടൈറ്റിൽസ് നേടുക, പ്രീമിയർ ലീഗ് നേടുക, ചാമ്പ്യൻസ് ലീഗ് നേടുക, ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള ടൈറ്റിൽസ് നേടുക, അതുപോലെ തന്നെ വേൾഡ് കപ്പ്, യൂറോ കപ്പ് പോലത്തെ കാര്യങ്ങൾ അവിടെ, അല്ലെങ്കിൽ കോപ്പ അമേരിക്ക പോലത്തെ കാര്യങ്ങൾ അത് നേടുക, ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള എടുക്കാവുന്ന എല്ലാ ട്രോഫികളും അച്ചീവ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ വേൾഡ് ബെസ്റ്റ് പ്ലേയേഴ്സ് എന്നുള്ള പൊസിഷനിലേക്ക് എത്തുക, ബാലൻ ഡോർ പോഡിയത്തിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞ പ്ലേയേഴ്സിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ചെൽസി സ്ട്രാറ്റജിയിൽ നിന്ന് കഴിഞ്ഞാൽ
ഈ ഇങ്ങനെ 18-19 വയസ്സുള്ള യങ്സ്റ്റേഴ്സിന് കൊണ്ടുവന്ന് അവരൊക്കെ ഡെവലപ്പായി വരുന്നതും കാത്തു ഒരു 10 കൊല്ലം ഇനിയും കാത്തു നിൽക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെ പ്ലേയേഴ്സ് എത്രത്തോളം അതിന് റെഡിയാവും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ പല ടീമുകളിൽ നിന്നും പ്ലേയേഴ്സ് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ വലിയ വലിയ പ്ലേയേഴ്സ് ക്ലബ്ബുകളിലേക്ക് മാറുന്നതിന്റെ കാരണം തന്നെ മാക്സിമം ടൈറ്റിൽസും കാര്യങ്ങളും നേടി ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ് എന്നുള്ള ഒരു ടൈറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ഒരു സ്ട്രാറ്റജിയിലുള്ള ചെൽസിയിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളൊരു സംശയം ഈ പറഞ്ഞ കോൾ പാമറിനോ റീസ് ജെയിംസിനോ എൻസോ ഫെർണാണ്ടസിനോ മൊയ്സസ് കസേഡോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർ ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇപ്പോൾ ഈ എൻസോ ഫെർണാണ്ടസിന്റെ കാര്യം ഇപ്പം എന്തായാലും ഈ വരുന്ന സമ്മറോടുകൂടി ഒരു തീരുമാനമാവും. ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ അതിനുശേഷം എന്തായിരിക്കും എന്നുള്ളത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ചെൽസിക്കും ഈ പറഞ്ഞ പ്ലേയേഴ്സിന് ഈ പറഞ്ഞ അവരുടെ ഒരു അസറ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ ചെൽസിയും ചിലപ്പോൾ ആ ഒരു ഓഫർ സൈൻ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെൽസിയിൽ ഒരു വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് വന്നാൽ തന്നെ എത്ര കാലം നിൽക്കും എന്നുള്ളൊരു ചോദ്യം, അതാണ് ഏറ്റവും പ്രസക്തമായ ഈ ഒരു സ്ട്രാറ്റജിയിൽ ചെൽസി ഫാൻസിനെ കുറച്ച് സങ്കടപ്പെടുന്ന ഒരു കാര്യം. ഒന്ന് കപ്പടിക്കുന്നില്ല, പിന്നെ കപ്പടിക്കാൻ സാധ്യതയുള്ള കുറച്ച് വളരെ തുച്ഛമായ പ്ലേയേഴ്സ് ഉണ്ട്, അവരും ക്ലബ്ബ് വിടുന്നു. ഇനി പുതിയ അതുപോലത്തെ പ്ലേയേഴ്സ് വന്നാൽ അവർ തന്നെ എത്ര കാലം നിൽക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഫാൻസിന് കൂടുതൽ അമർഷം ഉണ്ടാകുന്നത്. ഇതിനോടൊപ്പം തന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ പിച്ച് മാത്രമല്ല, ഓഫ് ദ പിച്ചിലും ഈ പറഞ്ഞ ഓണർഷിപ്പ് അല്ലെങ്കിൽ ബ്ലൂക്കോ അവരുടെ ഒരു സ്ട്രാറ്റജി കാരണം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഓഫ് ദ പിച്ചും നേരിടുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേഡിയം പ്ലാൻ, പ്രോപ്പറായിട്ടുള്ള സ്റ്റേഡിയം പ്ലാൻ റോമൻ അബ്രാമോവിച്ച് അവസാന കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അദ്ദേഹമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ആ എൽ സ്പോട്ടൊക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്ത് ഓൾറെഡി അടുത്ത സ്റ്റേഡിയത്തിന്റെ പണിയൊക്കെ തുടങ്ങിയേനെ. പക്ഷേ ഇപ്പോൾ ഉള്ള ക്ലബിന് ഇവരുടെ ഓണർഷിപ്പിന്റെ കാര്യം ഇത് തന്നെ. ഇപ്പോൾ ഒരു അസറ്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ടീമായി വരുമ്പോൾ ചെൽസി എന്ന് പറയുന്ന അസറ്റിന് ഇപ്പം എത്ര വാല്യൂ ഉണ്ട്, അതിലേക്ക് ഒരു സ്റ്റേഡിയം പണിയണമെന്നുണ്ടെങ്കിൽ അതൊരു ഒബ്വിയസ്ലി ഒരു 60,000 അല്ലെങ്കിൽ 70,000 75,000 കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയം വിത്ത് മോഡേൺ ഓൾ ഫെസിലിറ്റീസ് എല്ലാം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടനാമിന്റെ സ്റ്റേഡിയം പോലെ മൾട്ടി ഇവന്റുകളെല്ലാം നടത്താവുന്ന പോലത്തിൽ അത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം പണിയെന്നുണ്ടെങ്കിൽ അതിനത്ര എക്സ്പെൻസ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയൊരു 100,000 സീറ്റ് കപ്പാസിറ്റി ഉള്ള ഓൾഡ് ട്രാഫോർഡ്, പുതിയൊരു ഓൾഡ് ട്രാഫോർഡ് അവിടെ പണിയുന്നതിന് 2 ബില്യൺ ആണ് കണക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു എക്സ്പെൻസ് ഇതിലേക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കഴിഞ്ഞ അടുത്തൊരു 10 വർഷത്തിലോ 15 വർഷത്തിലേക്കോ റിക്കവർ ചെയ്യാൻ പറ്റുമോ? റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടാവുന്ന എമൗണ്ട്, അപ്പോൾ ചെൽസിയെ വിൽക്കുമ്പോൾ കിട്ടാവുന്ന എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ ക്ലബിന്റെ ഓണേഴ്സിന്റെ ഇടയിൽ തന്നെ കാര്യമായ ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എൽ സ്പോട്ടൊക്കെ അവൈലബിൾ ആയിരുന്നപ്പോൾ ഒന്നും എടുക്കാതെ വിട്ടുകളഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ പ്ലാൻ 1, 2 എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫ് ഷർട്ട് സ്പോൺസർ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഏതൊരു സ്പോൺസറും ഇപ്പോൾ ഫ്രണ്ട് ഓഫ് ഷർട്ട് സ്പോൺസറായിട്ട് വരുമ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡിനെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂർണമെന്റുകളിൽ അറ്റ് ദ മാക്സിമം എക്സ്പോഷർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് പോലത്തെ ഒരു ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചാൽ മാത്രം പോരാ. ഇപ്പോൾ ചെൽസി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് ഒരു 50-60 മില്യൺ പൗണ്ടിന്റെ ഡീലാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ കൊടുത്തൊരു സ്പോൺസർ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പോൺസറിന്റെ ബ്രാൻഡ് നെയിം ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലും ഫൈനലുകളിലൊക്കെ കൺസിസ്റ്റന്റ് ആയി എത്തണം. പക്ഷേ ആ ഒരു കാര്യത്തിലുള്ള ഇൻകൺസിസ്റ്റൻസി, ഇപ്പോൾ ചെൽസിയുടെ പെർഫോമൻസിലുള്ള ഇൻകൺസിസ്റ്റൻസി കാരണം അങ്ങനെ ഒരു സ്പോൺസർ വരാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2 സീസണായിട്ട് ചെൽസിക്ക് ഫ്രണ്ട് ഓഫ് ഷർട്ട് സ്പോൺസർ ഇല്ല. അപ്പോൾ ഇത്രയും ബിസിനസ് ആളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ പറഞ്ഞ ക്ലിയർ ലേക്ക് ക്യാപിറ്റൽസിനോ അല്ലെങ്കിൽ ബ്ലൂക്കോക്കോ ഒന്നും ഇതുവരെ ആ കാര്യത്തിൽ പോലും ഒരു തീരുമാനം എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ ഒരു ബാഡ്ജ് അടക്കം ഉണ്ടായിരുന്നു, ഒരു ഗോൾഡൻ ബാഡ്ജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 4 വർഷത്തേക്ക് ആ ബാഡ്ജ് ഇട്ടാണ് ചെൽസി കളിക്കുന്നത്. അതിനെ പോലും യൂട്ടിലൈസ് ചെയ്ത് ഒരു ഫ്രണ്ട് ഓഫ് ഷർട്ട് സ്പോൺസറിനെ പെട്ടെന്ന് എത്തിക്കാൻ ചെൽസിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓഫ് ദ പിച്ച് കാര്യങ്ങളിലും ഈ പറഞ്ഞ ഓണർഷിപ്പ് പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിയിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇനി വന്നുകൊണ്ടേയിരിക്കും. അവര് ഈ പറഞ്ഞ ഒരു റൊട്ടേഷൻ പോളിസിയിൽ കുറച്ചു കാലം കളിപ്പിക്കും, എന്നിട്ട് പിന്നെ അവരെ വിറ്റ് കുറച്ച് പൈസയാക്കുമായിരിക്കും. ലിയാം റസിനിയറിനെ പോലത്തെ കോച്ചസ് ഇങ്ങനെ സൈൻ ചെയ്യും, പപ്പറ്റായിട്ടൊരു കോച്ചിനെ സൈൻ ചെയ്യും. പക്ഷേ ആ കോച്ച് എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യങ്ങൾ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോച്ചിന് കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് പോകണം തോന്നുമ്പോൾ അതിന് പറ്റിയ ബാക്കിങ്ങോ അതിന് പറ്റിയ പ്ലേയേഴ്സോ ചെൽസിയിൽ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഈ പറഞ്ഞ റൊസിനിയർ ആണെന്നുണ്ടെങ്കിലും നാളെ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മറ്റ് പുതിയൊരു പപ്പറ്റിനെ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ചെൽസി മുന്നോട്ട് ഓടാനുള്ള സാധ്യത എന്നുള്ളതാണ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു അനലൈസിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.